ഹായ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അടിച്ചു വാരാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അതിനുശേഷം എനിക്ക് വീട്ടിലെത്തിയിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിതാ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഞാൻ സാധാരണ കൈകൊണ്ട് അലക്കിയിടാറാണ് പതിവ്. വാഷിംഗ് മെഷീനിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം തുണി പെട്ടെന്ന് പോകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഞാൻ മെഷീനിലിടും കേട്ടോ. അതിനുശേഷം അത് അപ്പോഴേ തന്നെ എടുത്ത് ഡ്രയറിൽ നിന്ന് എടുത്തിട്ട് വെയിലത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കാര്യം അപ്പം തന്നെ അത് ഉണങ്ങി കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു തണ്ണിമത്തൻ കഴിക്കുവാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നാക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ സാമ്പാറായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ നമുക്ക് ബീൻസും മീൻ വറുത്തതല്ല, മീൻ കറിയും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇത്തിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. കാര്യം വൈകിട്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കിടന്നുള്ളൂ, കാര്യം ഉറങ്ങിക്കഴിഞ്ഞാൽ ലേറ്റായി പോകും. നമുക്ക് അവിടെ ഒരു നോമ്പ് തുറ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ വല്യമ്മയുടെ വീടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്, കാര്യം വീടിൻ്റെ അടുത്തായതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് നമ്മൾ പാടത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഒന്ന് കുറച്ച് നേരം നടന്നു, റിലാക്സൊക്കെ ആയിട്ടിരുന്നു. പിന്നെ നമുക്ക് വൈകിട്ട് നോമ്പ് തുറക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് കുറച്ച് നേരം ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് കിടന്നു കേട്ടോ. അപ്പോൾ ബായ്.